മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മീഡിയകളും രാഷ്ട്രീയക്കാരും ഉദ്ഘോഷിച്ചിരുന്ന SFIO റിപ്പോർട്ട് കൊടുക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു. നമുക്കറിയാം അതിൻ്റെ 9 മാസത്തോളമായി. SFIO എവിടെ പോയി എന്നറിയില്ല. ഇനി അത് വല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വല്ല കിണറ്റിലും ചാടി ആത്മഹത്യ ചെയ്തോ, അതല്ല മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയം എവിടെ എത്തിയെന്നൊക്കെ പറയുന്നതിനിടയിലാണ് ഭരണപക്ഷത്തുള്ള ഒരു MLA തന്നെ നേരിട്ട് വന്ന് മറ്റൊരു MLA മലപ്പുറത്ത് നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് വേറെ ഒരു XMLA അതിനോട് അതേ വാദങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെ ഉയർത്തിയ ഒരു വലിയ ആരോപണം 2 ദിവസമായിട്ട് വീണ്ടും വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് ആസൂത്രിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അൻവർ തന്നെ മെനഞ്ഞാന്ന് പത്രക്കാരെ കാണുന്ന സമയത്ത് പറഞ്ഞത്, ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങളിത് വിശ്വസിക്കാതിരിക്കരുത്. ഞാൻ ഇന്നലെ അത് കോട്ട് ചെയ്തിരുന്നു. എന്നുവെച്ചാൽ അൻവറിന് തന്നെ ഒരു വിശ്വാസമില്ലേ വേണ്ട. കാരണം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീട്ടിന് മുമ്പിൽ കരിമ്പുലി കണ്ടു, ജപ്പാനിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ എന്നൊക്കെ പറയുന്ന വർത്താനം തന്നെയാണ് ഇതും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്നാണ് പത്രക്കാരോട് നേരത്തെ തന്നെ അദ്ദേഹം ഒരു ജാമ്യം എടുക്കുന്ന പോലെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വാർത്തയും അതിന് സമാനമായ വിധത്തിൽ അങ്ങനെ അങ്ങ് നിസ്സാരമാക്കി കളയാൻ പറ്റില്ല എന്ന് അൻവർ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ആദ്യം തുടങ്ങിയത് എവിടെ നിന്നാണ് ഇപ്പോൾ പറയുന്നത്, ഗോവിന്ദമാഷ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന സീനാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവം. ഏകാഗിയായ ഒരു ഭരണപക്ഷ MLA ഒരു പോസ്റ്റർ എഴുതി പിടിപ്പിച്ചിട്ട് SP-യുടെ ഓഫീസിന് മുമ്പിൽ വീടിന് മുമ്പിൽ ഇരിക്കുന്നു. അദ്ദേഹം പറയുന്നു ഇതിനകത്തുള്ള മരക്കുറ്റിയാണ് പ്രശ്നം എന്ന് പറയുന്നു. മരക്കുറ്റി പിന്നെ തേക്കും കുറ്റിയാവുന്നു, തേക്ക് പിന്നെ തോക്കാവുന്നു. എനിക്ക് തോക്ക് വേണം അല്ലെങ്കിൽ ജീവിക്കാൻ വയ്യ എന്ന് ഭരണകക്ഷി MLA പറയുന്നു. പിന്നെ പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ജനാർദ്ദനം പറഞ്ഞാൽ മതി എല്ലാം കൂടി കോംപ്ലിമെൻറ്റ്സ് ആക്കി എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ തീരാവുന്നൊരു പ്രശ്നമല്ലല്ലോ ഇത്. അങ്ങനെ കോംപ്ലിമെൻറ്റ്സ് ആക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ അല്ല യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇഷ്യൂസുകൾ. വളരെ ഗുരുതരമായ ഇഷ്യൂസുകളാണ് അദ്ദേഹം പറഞ്ഞത്. തൃശ്ശൂരിലെ പൂരം കലക്കിയത് ഈ ADGP ആണ്. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഇടതുപക്ഷമായാലും UDF ആയാലും ഒരുമിച്ച് പൊരുതുന്ന സംഘി രാഷ്ട്രീയത്തിന് ഇവിടുത്തെ പോലീസിൽ അമിതമായ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു. അന്താരാഷ്ട്ര ബന്ധം ആരോപിക്കാവുന്ന സ്വർണ്ണക്കടത്തിൻ്റെ പ്രശ്നം പറഞ്ഞു. പിന്നെ ഒരു കസ്റ്റഡി മരണത്തെക്കുറിച്ച് അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. പിന്നെ കീഴുദ്യോഗസ്ഥൻ്റെ ഒരു ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കവടിയാറിൻ്റെ അടുത്ത് കൊട്ടാരത്തിൻ്റെ സമീപത്തുള്ള ADGP-യുടെ സ്വത്തിനെക്കുറിച്ച് പറഞ്ഞു. സോളാർ കേസിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ADGP ആളെ കൊല്ലിക്കാൻ ശ്രമം നടത്തിയെന്ന ആരോപണം വരെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളങ്ങ് കോംപ്ലിമെൻറ്റ്സ് ആക്കിയെന്ന് പറഞ്ഞാൽ ഇത് അൻവറിൻ്റെ പരിധിയിൽ നിൽക്കുന്ന കേസല്ല, മുഖ്യമന്ത്രിയുടെ മാത്രം പരിധിയിൽ നിൽക്കുന്ന കേസല്ല, കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. എന്നിട്ട് മെനഞ്ഞാന്ന് എനിക്ക് രസമുണ്ടായൊരു കാര്യം എന്താ വെച്ചാൽ, മുഖ്യമന്ത്രിയെ കണ്ടുവന്ന അൻവർ പത്രക്കാരോടാണ് ചൂടാവുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് ഓർക്കണമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാശിക്ക് പോയിരുന്നോ, അതല്ലെങ്കിൽ മസനഗുഡി വഴി ഊട്ടിക്ക് പോയോ? കഴിഞ്ഞ ആഴ്ചയും കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അൻവർ ഈ പരാക്രമങ്ങൾ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നത്? അത് അദ്ദേഹം വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറഞ്ഞത് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറയുന്നതെന്നാണ്. എന്നിട്ട് പറയുന്നത് ഞാനൊരു സഖാവാണ്. ഇതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് ഞാൻ പരാതി കൊടുത്തു, എല്ലാം തീർന്നു എന്നാണ്. എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പരാതി കൊടുക്കാനായിരുന്നോ കലക്ടറുടെ ഓഫീസിൻ്റെ മുമ്പിൽ പച്ചക്ക് പട്ടാപ്പകൽ ഇദ്ദേഹം കസേരട്ടിരുന്നത്? ഈ പരാക്രമങ്ങൾ മുഴുവൻ നടത്തിയത് ഇതാദ്യം ചെയ്യായിരുന്നല്ലോ. പാർട്ടി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, പാർട്ടി സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പെന്നും കടലാസും ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തേ അദ്ദേഹം ഈ പരാതി കൊടുത്തു എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന സാധനത്തെ ഇത്തരം ഒരു വലിയ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത്? പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെയാണ് ഇയാൾ അഡ്രസ്സ് ചെയ്തതെങ്കിൽ അതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്? അങ്ങനെയാണോ പരസ്യമായിട്ട് നാട്ടിൽ പറയുക, എന്നിട്ട് രഹസ്യമായിട്ട് മുഖ്യമന്ത്രിയും സെക്രട്ടറിയുമായി കൂടിച്ചേർന്ന് ഇത് ഒത്തുതീർപ്പാക്കുക എന്നതാണോ? അതിലും വലിയ രസമുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അന്തസ്സുള്ള തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തതെന്നാണ്. എന്താ അന്തസ്സുള്ള തീരുമാനം? ADGP-നെ കുറിച്ച് അന്വേഷിക്കാൻ SIക്ക് ചാർജ് കൊടുത്തു. ഭയങ്കര അന്തസ്സുള്ളതാണ്. ഇതിന് ശരിക്കും പറയേണ്ടത് അന്തംസിനുള്ള തീരുമാനം എന്നാണ്. അന്തംഗമികളായിട്ടുള്ള സഖാക്കൾക്കുള്ള തീരുമാനം എന്നാണ് ശരിക്കും പറയേണ്ടത്, അല്ലാതെ അന്തസ്സുള്ള തീരുമാനം എന്നല്ല ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ഇന്നലെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാൻ പത്രക്കാർ ചോദിച്ചു ADGP-ക്കെതിരെ നടപടി എടുത്തു. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന മറുപടി ഉണ്ട്, നടപടി എടുത്താൽ അവർ കേസിന് പോയാലോ എന്ന്. പിന്നെ നടപടി എടുക്കല്ലാതെ ആഫ്രിക്കയിലെ കരിമ്പുലികൾക്ക് ADGP-നെ പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് നടക്കുന്ന കാര്യമല്ലല്ലോ. രാജ്യത്തൊരു പ്രൊസീജിയർ ഉണ്ട്. ഈ പരാതി അൻവർ പറഞ്ഞതിൻ്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് നടപടിയെടുക്കൽ തന്നെയാണ്. കോടതിയിൽ പോകുമായിരിക്കും. അത് പോയാൽ അതിനെ മറികടക്കാൻ കഴിയുന്ന തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, മുഖ്യമന്ത്രിയാണ്, അദ്ദേഹമാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഇന്നലെ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു പകുതി നിരാശനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇന്നലെ സ്വാഭാവികമായി പാർട്ടി സെക്രട്ടറിയെ കണ്ടു. അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായി. അതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. പാർട്ടി സെക്രട്ടറി കാണുമ്പോൾ ഊർജ്ജസ്വലനാകുന്നതിൻ്റെ പുറകിൽ വേറെ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും നീ ബേജാറാവണ്ട, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും.
ഉടനെ ഇറങ്ങി വന്ന പിന്നെ അൻവർ പറയുന്ന കാര്യം, രണ്ടാമത് പറയുന്ന കാര്യമാണ് എന്താണ്, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിയില്ലേ എന്നാണ്. പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം തന്നെ പറയുന്നു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങി, ഇപ്പോഴേ തീർന്നു എന്നാണ്. ADGPയെ കുറിച്ചുള്ള ഈ നിങ്ങൾ പത്രക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു മീഡിയ എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഒരു നേതാവ് ഉണ്ടാക്കി അദ്ദേഹം പാർട്ടി നയിക്കാൻ വേണ്ടി പോയതിനു ശേഷം മീഡിയയുടെ ചുമതല വേറൊരു സഖാവിനെ ഏൽപ്പിച്ച ഒരു മീഡിയ ADGPയുടെ വക്കാലത്തുമായിട്ട് മെഞ്ഞാന്ന് വന്നു. എന്താ പറഞ്ഞത്? റിപ്പോർട്ടർ TV തന്നെ, ഞാൻ അങ്ങനെ തന്നെ പറയാം എല്ലാവർക്കും. അതിൽ നിന്ന് അതിൻ്റെ പിന്നെ ഹെഡായിട്ടുള്ള ആൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ADGP വാങ്ങിയിരിക്കുന്ന ഭൂമി അത് കുറേ മുമ്പ് വാങ്ങിയതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നല്ല സ്വർണ്ണക്കച്ചവടമൊക്കെ ഉള്ള ഫാമിലിയാണ്, അത് കൊടുത്തതായിരിക്കാം. പിന്നെ ഈ 15,000 സ്ക്വയർ ഫീറ്റ് ഒന്നും ഇല്ലപ്പാ, അത് 5,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളൂ എന്ന് ഒരു മീഡിയ ജസ്റ്റിഫൈ ചെയ്യാണ്. ഇതേ വിദ്വാന് എന്നെക്കുറിച്ച് പറഞ്ഞ കഥ ഉണ്ട്. ഇവിടുത്തെ 5 പ്രാവശ്യം മുനിസിപ്പാലിറ്റി കോർപ്പറേഷനും പിന്നെ വിജിലൻസും ED ഒക്കെ അളന്ന വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ സ്ക്വയർ ഫീറ്റിനെ കുറിച്ച് ഇയാൾ 1 മണിക്കൂർ ചാനലിൽ ഇരുന്നിട്ട് ഇഞ്ചി വരുന്ന വഴി, ഇഞ്ചി മുളക്കുന്ന വഴി, ഇഞ്ചി വിൽക്കുന്ന വഴി, അതിനെക്കുറിച്ചുള്ള സയൻറ്റിഫിക്കൽ ക്ലാരിഫിക്കേഷൻസ് എന്നിട്ട് പറഞ്ഞത് 15,000 കൊട്ടാരം ഞാൻ ഉണ്ടാക്കിയെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മീഡിയ ധർമ്മവും ഒന്നുമില്ല. ADGPയുടെ വക്കാലത്ത് പിടിച്ചിട്ട് അല്ലെങ്കിൽ വമ്പന്മാരുടെ പൈസ വാങ്ങാനല്ല ജേർണലിസത്തെ കച്ചവടം ചെയ്യേണ്ടതെന്ന് ആ സുഹൃത്തിനോട് ഞാൻ പറയാണ്. ഒരു കാര്യം ഇതിനകത്ത് കൺക്ലൂഷനുള്ളൂ, അൻവർ കളവ് പറയുന്നു എന്ന് അൻവർ സമ്മതിക്കുമോ? അൻവറിന് ബോധ്യമുണ്ടോ? അൻവർ കളവാണോ പറഞ്ഞത്? കളവ് പറഞ്ഞിട്ടില്ല എന്ന് 1000 വട്ടം അൻവർ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അൻവറും തമ്മിൽ കോംപ്ലിമെൻറ്റ്സ് ആക്കേണ്ട പ്രശ്നമല്ല. ജനാർദ്ദൻ പറഞ്ഞ പോലെ അത് കോംപ്ലിമെൻറ്റ്സ് ആക്കേണ്ട പ്രശ്നമല്ല, അത് ജനങ്ങൾ അറിയേണ്ട പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയുക തന്നെ വേണം. പിന്നെ ഞാനന്ന് പിന്നെ TV-യുടെ മുമ്പിൽ വരുമ്പോൾ ഞാനന്ന് പറഞ്ഞിരുന്നു അൻവർ സൂക്ഷിക്കണം, കാരണം ഞാനിത് കുറേ അനുഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അൻവർ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ട് ബേജാറായിട്ടാന്ന് തോന്നുന്നുണ്ട്. പിറ്റേന്ന് തന്നെ മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിന് തോക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ എല്ലാം കൂടി കോംപ്രമൈസ് ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പേടിക്കേണ്ട കാര്യം എന്താണ്? ഈ മടിയിൽ കനലില്ലാന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് കളിയാക്കിയ ആളാണ് അൻവർ. ഭയങ്കരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഒരു നിമിഷം പോലും ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഈ വിഷയങ്ങളോട് എന്ന് അൻവർ പറയില്ല, ഒരു കാരണവശാലും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എവിടെ വരെ ഇവർക്ക് പോകാൻ കഴിയും. രാജ്യത്ത് ഒരുപാട് വ്യവസ്ഥിതികളും നിയമവും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി മാത്രമൊന്നുമല്ല. അൻവർ വ്യംഗ്യന്തരേണ ഇന്നലെ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി ആയത് ജനങ്ങളാക്കിയിട്ടാണ് എന്ന് പിണറായിക്ക് ഒരു താക്കീത് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറിയെ കണ്ടിറങ്ങിയപ്പോൾ ആവേശത്ത് പറഞ്ഞതായിരിക്കാം. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശശി മാത്രമല്ല, ADGP മാത്രമല്ല, ഈ രാജ്യത്ത് ഒരുപാട് വ്യവസ്ഥതയുണ്ട്. കുറച്ചൊക്കെ ചിലപ്പോൾ ഭരണകൂടം വേട്ടയാടാൻ ഇറങ്ങിയാൽ സഹിക്കേണ്ടി വരും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഒരു കഥാന്ത്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പരിശോധിച്ചാൽ ADGPയെയും അത് എന്താണ് പിന്നെ ജസ്റ്റിസ് സുജിത് ദാസിനെയും ADGPയെയും പൂട്ടാനുള്ള തെളിവ് അൻവറിൻ്റെ കയ്യിലുണ്ട്. അൻവറിനെ പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. മുഖ്യമന്ത്രിയെയും അൻവറിനെയും പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ സകലമാന നെറികേടുകൾക്കും കൂടെ നിന്നിട്ടുള്ള അതിനുവേണ്ടി പിന്നാലെ നടന്നിട്ടുള്ള ADGPയുടെയും SP-യുടെയും കയ്യിലുണ്ട്. SP-യെയും ADGPയെയും അൻവറിനെയും മുഖ്യമന്ത്രിയെയും പൂട്ടാനുള്ള എല്ലാ മരുന്നും ശശിയുടെ കയ്യിലുണ്ട്. അപ്പം എന്തായി? ആര് ശശിയായി? ബാക്കിയുള്ളവരൊക്കെ ശശിയായി. അതാണ് ഇപ്പോൾ അവസാനത്തെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കാര്യമുള്ളൂ. ഞാൻ മീഡിയ പ്രവർത്തകരോട് സ്നേഹപൂർവ്വം പറയണത് ഇതൊക്കെ ശരി, ഇതൊക്കെ ഇവർ ഈ കളി നടത്തുകയാണ്. പക്ഷെ അതിനിടയിൽ നിങ്ങൾ ഒരുപാട് പണിയെടുത്ത, അത്യധ്വാനം ചെയ്ത മീഡിയ അതിൻ്റെ സർവ്വ ശക്തിയും ഉപയോഗിച്ച് ചെയ്ത ഒരു വർക്കാണ് വയനാട്ടിലെ ഈ മഹാദുരന്തം. 1 അല്ല 10 അല്ല 100 അല്ല, ഒരുപാട് പേർ. ആ ദുരന്തം നിങ്ങൾ മറന്നു പോകരുത്. ഇതിനിടയിൽ, ഈ ബഹളത്തിനിടയിൽ ഇപ്പോഴും റിഹാബിലിറ്റേഷൻ മാസം കഴിഞ്ഞു, പ്രഖ്യാപിച്ചിട്ടില്ല. ആ മനുഷ്യരിങ്ങനെ പിന്നെ പൂർണ്ണ അനാഥരായവർ, സങ്കടങ്ങൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണ്. ഇവരുടെ ഈ നെറികെട്ട ആളെ ശശിയാക്കുന്ന ഈ ഏർപ്പാടുകൾക്കപ്പുറത്ത് അത് മറന്നു പോകരുത് എന്നുകൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനാണ് ഞാൻ നിങ്ങളെ കാണാനിപ്പോൾ കാണുന്നത്. അൻവർ പറയണത് അൻവറിൻ്റെ മാത്രം വിഷയമാണെങ്കിൽ അൻവറിൻ്റെ പിന്നെ പാർക്ക് പൂട്ടിച്ചത് പറയാം, അൻവറിൻ്റെ പേരിൽ കേസെടുത്തത് പറയാം, അൻവറിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറയാം. പക്ഷേ അൻവർ പറഞ്ഞിരിക്കുന്നത് കൊലപാതകമാണ്. ADGPയെ പോലെ ഒരു നിയമം പരിപാലിക്കേണ്ട ഉദ്യോഗസ്ഥൻ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു എന്നാണ്. ഒരു കസ്റ്റഡി മരണത്തിന് പോലീസ് ഉത്തരവാദിയായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു കേസ് എങ്ങനെയാണ് പിന്നെ മുഖ്യമന്ത്രിയുടെയും പിന്നെ പാർട്ടി സെക്രട്ടറിയുടെയും അൻവറിൻ്റെയും മാത്രം പ്രശ്നമാവുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം.
അൻവർ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളതല്ല. അൻവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ളതായതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ കരിമ്പുലിനെ കുറിച്ചല്ല പറയുന്നത്, ജപ്പാൻ കുടിവെള്ളത്തെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറയുന്ന കാര്യം അൻവർ പറഞ്ഞിട്ടുള്ള ADGP പൂരം കലക്കുന്ന പ്രശ്നം പറഞ്ഞാരാ? ഇപ്പോൾ CPIയിലെ വയനാട് ജില്ലയിലെ CPIയുടെ സെക്രട്ടറി പറഞ്ഞത് നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു, പക്ഷേ എവിടെയോ അത് മിസ്സായില്ലേ? എന്താ അദ്ദേഹം പറഞ്ഞത്? ആ വൈറ്റ് കാർഡിൻ്റെ വോളണ്ടിയേഴ്സ് വിതരണം ചെയ്തിരുന്ന ഭക്ഷണം തടഞ്ഞത് ആസൂത്രിതമാണ് എന്ന് വെച്ചാൽ രാജൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു റീഹാബിലിറ്റേഷൻ വർക്കിനെ അവിടെ പൊളിക്കാൻ വേണ്ടി ചെയ്തതാണ് ADGP എന്ന ആരോപണം ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി, മറ്റൊന്ന് ഭരണകക്ഷിയുടെ MLA. ആ MLA സപ്പോർട്ട് ചെയ്ത് എൻ്റെ പൊതുജീവിതം തന്നെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വേറൊരു ഭരണകക്ഷി MLA, മറ്റൊരു മുൻ ഭരണകക്ഷി MLA വന്നിട്ട് പിന്നെ ശശിക്കെതിരെ പറയാം. ഇതൊക്കെ നിസ്സാരമായിട്ട് എങ്ങനെ കാണാൻ പറ്റുക? പ്രതിപക്ഷത്തിന് റോട്ടുമെന്ന് ഇറങ്ങാൻ എപ്പോഴാണ് സമയം ഉണ്ടാവുക? ആചാര്യ വിഷയങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വയനാട് റീഹാബിലിറ്റേഷൻ ഇഷ്യൂസുകൾ ഞങ്ങൾ സമരം ചെയ്യേണ്ടതാണ്, ഇത് സമരം ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ, ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആ ബോധ്യപ്പെടുത്തലുകൾക്ക് റിസൾട്ട് ഉണ്ടായിരുന്നുവെന്നും ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും ജനങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ സമര രീതികൾക്കൊക്കെ പഴയ ഒരു രീതി അല്ലല്ലോ കേരളത്തിൽ പൊതുവെ സ്വീകരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഞങ്ങൾ സമരരംഗത്ത് തന്നെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഞങ്ങൾ തന്നെയാണ് സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ നിയമസഭ അന്നും ഞാൻ പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രവിയെക്കുറിച്ച് ഞാൻ കണ്ണൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മാതൃഭൂമിയുടെ ലേഖകൻ അന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്, ആരാണ് ഈ രവി? ആ രവി ആരാണ് നിങ്ങൾ കണ്ടു? EDയുടെ മുമ്പിലേക്ക് പോയ രവി. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ പ്രൈവറ്റ് സെക്രട്ടറി പിന്നെ അദ്ദേഹം ശിവശങ്കർ ജയിലിലേക്ക് പോയി. അത് കഴിഞ്ഞിപ്പോൾ ശശി. അവിടെ ഏതാ ഉള്ളതെന്ന് ഒരു മര്യാദ ഉള്ള ആരാ ഉള്ളത്? എല്ലാവരും കള്ളന്മാർ, പോലീസും കള്ളന്മാർ. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശശി അതിനേക്കാൾ ഭീകരമാണെന്ന് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ആരാ ഉള്ളത് അവിടെ? അൻവറിൻ്റെ ലക്ഷ്യം പിന്നെ പാർട്ടി സെക്രട്ടറി അൻവറൊക്കെ കൂടി തീരുമാനിച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും. പക്ഷേ അൻവറിൻ്റെ ലക്ഷ്യം എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും, ഈ കൊലപാതകം അടക്കം പറഞ്ഞിരിക്കുന്ന, സ്വർണ്ണക്കടത്തടക്കം പറഞ്ഞിരിക്കുന്ന, കസ്റ്റഡി മരണം അടക്കം പറഞ്ഞിരിക്കുന്ന ഈ പ്രശ്നത്തെ അങ്ങനെ വിടാൻ പറ്റുന്ന കാര്യമല്ല. അയാളുടെ ഇഷ്ടം എന്തോ ആവട്ടെ. അല്ല, CPM മടുത്തു, ഞാനൊരു സഖാവാണെന്ന് റീപോസ്റ്റ് ഇട്ടു, അതിലൊന്നും നിൽക്കുന്ന പ്രശ്നമല്ലേതെന്ന്. അത്ര ഭീകരമായ ഇഷ്യൂസ് അല്ലേ ഇത്? അൻവറിൻ്റെ പിന്നെ വ്യക്തിപരമായ സുഖനഷ്ട ലാഭങ്ങളുടെ ഒന്നും സംസാരിക്കേണ്ട വിഷയമല്ലത്. ഇതൊരു പബ്ലിക്കിൽ അല്ലെങ്കിൽ അൻവർ വന്ന് പറയണം, ഞാൻ അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി, അങ്ങനെയൊന്നുമില്ല, ADGP വളരെ മാന്യനാണ്, കൊലപാതകം നടന്നിട്ടില്ല, അദ്ദേഹം ആളുകളെ കൊല്ലിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ കുട്ടികളെ പോലും ഓമനിക്കുന്ന ആളാണ്, എനിക്കൊരു തെറ്റ് പറ്റിയതെന്ന് പറയട്ടെ. ഇന്നലെയും അൻവർ നിങ്ങളെ മുമ്പിൽ വെച്ച് പറഞ്ഞത്, ഞാൻ പറഞ്ഞ വാദങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല, അന്വേഷണം നടക്കട്ടെ എന്നിട്ട് പറയാമെന്ന്. എന്നിട്ടും അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഞാൻ പറയാമെന്നാണ്. ഞാൻ ഒറ്റ കാര്യം പറയാം, എന്നെക്കുറിച്ച് പരിഹസിച്ച് പോസ്റ്റ് ഇട്ട ആളാണ് അൻവർ. ആ അൻവർ പറയുകയാണ് എനിക്ക് ജീവിക്കണമെങ്കിൽ തോക്ക് വേണം. ഞാനിതുവരെ പറഞ്ഞിട്ടില്ല, ഈ ജാതി അതിക്രമങ്ങൾ എനിക്കതിരെ നടത്തിയിട്ട് ഞാനിതുവരെ എനിക്ക് ജീവിക്കാൻ തോക്കുവാണെന്ന് മാത്രമല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ ഇൻ ലോയുടെ തോക്ക് ഞാൻ കൊണ്ട് സറണ്ടർ ചെയ്തു. ഇനി അത് വെച്ചിട്ട് ഇവർ കുഴപ്പമുണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഇവന് തോക്കിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് തോക്ക് വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നൊരു സാഹചര്യത്തിൽ അൻവറിന് എന്നല്ല, ഏതൊരു പൗരനും അവരുടെ ജീവനും സ്വത്തിനൊക്കെ ഉണ്ടാകുന്ന അനാവശ്യമായ തെറ്റായ തരത്തിലുള്ള എല്ലാ ഭീഷണികളെയും ചെറുക്കാൻ പരസ്പരം ഉത്തരവാദിത്വമുണ്ട്. അത് പ്രതിപക്ഷ നേതാവിനുണ്ട്, മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഇല്ലല്ല, അത് നിങ്ങൾ ചോദിക്കണമെങ്കിൽ മനസ്സിലായിട്ടുണ്ട്. അങ്ങോട്ട് ഇത് പോകണ്ടെന്നറിയാം, നിങ്ങൾ ചോദിക്കണമെങ്കിൽ മനസ്സിലായി. അല്ലല്ല, അൻവർ അത്ര വലിയ കോസിനൊന്നല്ല. അതൊന്നും ഞാൻ വിചാരിക്കണില്ല, അങ്ങനെ കോസിന് നിൽക്കുന്നൊന്നല്ല. അൻവറുമായി ബന്ധപ്പെട്ട നിസ്സഹായ അവസ്ഥയിൽ നിന്ന് അൻവർ പറഞ്ഞിട്ടുള്ള കാര്യം അത്. ഇതൊരു ഭയങ്കര കോസിന് നിൽക്കുന്ന ആളാണ് അൻവർ എന്നുള്ള അഭിപ്രായമൊന്നും ഇതിനകത്തില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിക്കണില്ല.